ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ നെജുവിന് 7 മണിക്ക് വന്നിട്ട് മദ്രസ. അങ്ങനെ ഇതാ നെജു മദ്രസയിലേക്ക് പോകുന്നുണ്ട്. അതിന് ശേഷം ഞാൻ കിച്ചണിലോട്ട് വന്ന് ഇന്ന് നൂറ് ലീവാണെന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ വിളിച്ച് രാത്രിക്കത്തെ മീൻകറിയും ദോശയും കൊണ്ട് തന്നെ രാവിലെ അങ്ങ് ഒപ്പിക്കാമെന്ന്. അപ്പോൾ പിന്നെ ഇതാ ഞാൻ ചിക്കൻ എടുത്തിട്ട് വെള്ളത്തിലിടുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച് മുട്ടയപ്പം ഉണ്ടാക്കുക, എപ്പോഴല്ലേ ലീവായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ മുട്ടയപ്പം നെയ്പ്പത്തിൽ അങ്ങനെയൊക്കെ ഞാൻ ഉണ്ടാക്കൽ കേട്ടോ. അങ്ങനെ പിന്നെ ഇത് അരിയും പുതിർത്തി, അത് പുതിർന്ന സമയം കൊണ്ട് കുറച്ച് സമയം കൂടി കിടക്കാമെന്ന് വിചാരിച്ച് പോയി കിടന്ന് പിന്നെ എണീച്ച് വന്നിട്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചിട്ടാ. അപ്പോഴേക്ക് നൂറും എണീച്ച് വന്നിട്ടുണ്ടായിന്. അങ്ങനെ ഇതാ ഞാൻ ചായ ഉണ്ടാക്കി കൊടുക്കലാണ്. ചായൻ്റെ കൂടെ ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ. പിന്നെ ലീവായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് തന്നെയാണ് കേട്ടോ 24 മണിക്കൂർ ഫോണിൻ്റെ ഉള്ളിൽ. അങ്ങനെ പിന്നെ ഇതാ ഞാൻ ബട്ടറിലാണ് കേട്ടോ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ മുട്ടയിൽ മുക്കി പൊടിക്കുന്നതിനെക്കാട്ടിയും ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഇതാ ഞാൻ അതും ഉണ്ടാക്കി കൊടുത്ത് അതിന് ശേഷം ഇതാ ഞാൻ നല്ല ചൂട് കോഫിയും കൂടി കൊണ്ടു കൊടുത്തിട്ടാ. എന്നിട്ട് വേണം ഇനി എനിക്ക് എന്താ പറയുക നാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ. അങ്ങനെ ഇതാ ഞാൻ മുട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിയൊക്കെ കഴുകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ കാലാവസ്ഥ ഫുള്ളായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നൂറ കോഫിയും ബ്രെഡൊക്കെ കുടിച്ച് മദ്രസയിലോട്ട് പോയി. അതിന് ശേഷം ഇതാ ഞാൻ അരിയൊക്കെ അരച്ച് ദോശയെല്ലാം മുട്ടയപ്പൊക്കെ ചുടുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ചിക്കന് കറി വെക്കാൻ വേണ്ടിയിട്ടും നോക്കുന്നുണ്ട്. നെജു ഉണ്ടായിട്ടില്ല, അതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്തെ ഉണ്ടായിന്. പിന്നെ അങ്ങനെ ഓള് വന്ന് നോക്കും കൊടുത്ത്. പിന്നെ ഇതാ നെയ്ഹുന് ഉപ്പ് ഉണ്ടായ ദിവസം ഭയങ്കര സന്തോഷമാണ്. അതിനുള്ള സ്നേഹപ്രകടനമാണ് ഈ കാണുന്നതല്ലോ. പിന്നെ ഇതാ ഞാൻ പല്ലേക്കാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ട്. അങ്ങനെ ഓള് പല്ലേച്ചിട്ട് വന്നിട്ട് പിന്നെ ഓക്ക് ഞാൻ ഹോർലിക്സ് ഉണ്ടാക്കി കൊടുത്തേ. ഈ ഹോർലിക്സ് എന്ന് പറഞ്ഞ സാധനം ഇതാ സ്ട്രോ ഇട്ടിട്ട് കുടിക്കുന്ന സീനാണ് നിങ്ങൾ കാണുന്നത്. ഇങ്ങനത്തെ കുനിഷ്ടപ്പണിയല്ലേ ഇവർക്ക് അറിയുമല്ലോ. അങ്ങനെ പിന്നെ ഇതൊക്കെ കുടിച്ചതിന് ശേഷം ഉപ്പയും മക്കവും കൂടിയിട്ട് സോഫയിൽ പോയിട്ട് TV കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അതിന് തന്നെ എന്തെല്ലോ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കിച്ചണിലോട്ട് വന്ന് വേഗം ചിക്കൻ കറി വെക്കാനുള്ള നോക്കിയെന്ന്. അതിൻ്റെ ഇടയ്ക്ക് നൂറ് ഇങ്ങനെ നടക്കുമ്പോൾ നെയ്ഹുന് ഇതന്നെ പണി കേട്ടോ. എവിടെ നടക്കുന്ന അവിടെ ബാക്കിൽ ഇങ്ങനെ നടക്കും. പിന്നെ പുറത്തോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അതിൻ്റെ ഇടയ്ക്ക് പാത്രവും കുറേ ഉണ്ടായിരുന്നു. പാത്രങ്ങൾ വിട്ടിട്ടുള്ള ഒരു കളിയില്ലല്ലോ നമുക്ക്. അങ്ങനെ പാത്രവും കഴുകി വെച്ച് നൂറിന് നാസ്തയും കൊടുത്തിട്ടാണ്. എനിക്ക് ഇവിടെ മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനിതാ സോഫേൻ്റെ അടുത്ത് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. മുട്ടയപ്പും ചിക്കൻ കറി നമുക്കിത് നോക്കി ഇങ്ങനെ വെള്ളം ഇറക്കാനേ ഉള്ളൂ, ഒന്ന് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ നെയ്ഹിത് അപ്പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് കരയുന്നുണ്ട് കേട്ടോ. പിന്നെ മക്കൾക്കും കൂടി നാസ്ത കൊടുത്ത് പിന്നെ നൂറ് പോക്കായി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സ്മൂത്തി കുടിച്ചിട്ടുണ്ടായിന്, വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.